ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് GitLab CICDൻ്റെ പാർട്ട് 3 ആണ്. ഇതിനകത്ത് നമുക്ക് പ്രൊജക്റ്റ് സെറ്റിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ അതേപോലെ ലോക്കൽ പ്രൊജക്റ്റിനെ ഈ പുതിയ റിപ്പോസിറ്ററിയിലേക്ക് എങ്ങനെ കമ്മിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ശ്യാം എന്ന് പറഞ്ഞ യൂസറിൻ്റെ കൺസോളിലാണ് നിൽക്കുന്നത്, മെയിൻ ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. ഓൾറെഡി ഒരു ഹ്യൂഗോ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് അതിനകത്ത് ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ഇപ്പോൾ ന്യൂ വെർഷനിലൊക്കെ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഇല്ല, അതിന് വരെ മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റിങ്സൊക്കെ ഫസ്റ്റ് ആദ്യം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതാണ് എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡാഷ്ബോർഡ് കൺസോൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ് ബൈ ഡിഫോൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോക്കലി വർക്ക് ചെയ്യുമ്പോൾ മാസ്റ്റർ എന്ന് പറഞ്ഞ ബ്രാഞ്ചായിരിക്കും വരുന്നത്. അപ്പോൾ അത് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഡിഫോൾട്ടാക്കി സെറ്റ് ചെയ്യാം ഫസ്റ്റ് തന്നെ. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് ന്യൂ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ ബ്രാഞ്ച് നെയിം എന്താണെന്നുള്ളത് കൊടുക്കുക. ഞാനിവിടെ മാസ്റ്റർ എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് ക്രിയേറ്റ് ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രാഞ്ച് താഴത്ത് വന്നിട്ടുണ്ട്. മാസ്റ്ററും ഉണ്ട്, മെയിനും ഉണ്ട്. നമുക്കിനി അത് ഡിഫോൾട്ട് എങ്ങനെയാണ് ആക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം റിപ്പോസിറ്ററി സെലക്ട് ചെയ്യുക. റിപ്പോസിറ്ററിയിൽ വന്നതിന് ശേഷം അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഡിഫോൾട്ട് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ കിടപ്പുണ്ട്. അത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അവിടെ മെയിനാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് മാസ്റ്റർ ആക്കുക, സേവ് ചെയ്യുക. ഇനി നമ്മൾ ആ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്ന ബൈ ഡിഫോൾട്ട് മാസ്റ്റർ ബ്രാഞ്ചിലായിരിക്കും വന്ന് നിൽക്കുന്നത്. അതുപോലെ ക്ലോണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് SSH വഴിയും ചെയ്യാം. അതുപോലെ HTTPS വെച്ചിട്ട് നമുക്ക് URL കോൾ ചെയ്യാൻ പറ്റും. HTTPS ആണെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് വയ്ക്കും. SSH ആണെങ്കിൽ നമ്മൾ കീ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് വേണ്ട ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ലോക്കൽ പ്രൊജക്റ്റിനെ ഞാൻ ഈ റിപ്പോസിറ്ററിയിലേക്ക് എങ്ങനെ ആഡ് ചെയ്യണമെന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആ പ്രൊജക്റ്റിൻ്റെ ഫോൾഡർ ഒന്ന് ഞാൻ ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ട് കമാൻഡ് ലൈൻ എടുത്തു. CL എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ലോക്കൽ പ്രൊജക്റ്റിൻ്റെ ഡയറക്ടറിക്കകത്താണ്. ഈ ഫോൾഡറിനെ എനിക്ക് ഗിറ്റ് റിപ്പോസിറ്ററി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യണം. എന്നാൽ ഈ ഗിറ്റ് ഇനിറ്റ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഗിറ്റ് കമാൻഡുകളെല്ലാം വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇനീഷ്യൽ MT ഗിറ്റ് റിപ്പോസിറ്ററി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതാണ് .git എന്ന് പറഞ്ഞൊരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആയി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഫോൾഡറിനകത്തുള്ള കണ്ടന്റിനെ സ്റ്റേജിങ് ഏരിയയിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഗിറ്റ് സ്പേസ് ആഡ് ഡോട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറേ ഫയൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തത്. ഞാനിപ്പോൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പാണ് കമ്മിറ്റ്. നമുക്കിപ്പോൾ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് തീം ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഗിറ്റ് മൊഡ്യൂൾ വെച്ചിട്ടാണ്. അതുകൊണ്ട് തീമിനകത്ത് ഒരു .git എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. തീം എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. .git എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ഒന്നില്ലെങ്കിൽ അത് മാനുവലി ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്ക് ആ കമാൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആ കമാൻഡ് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് റൺ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എറർ അടിച്ചിട്ടുണ്ട്. ഫോഴ്സ് യൂസ് ചെയ്യാം, -F യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നമുക്ക് -F ഒന്ന് റൺ ചെയ്ത് നോക്കാം. -F കൊടുത്തിട്ടും വർക്കായില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരുമിച്ച് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ RMF കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും മാനുവലി പോയിട്ട് അത് റിമൂവ് ചെയ്യുവാണ്. നമുക്ക് ആ ഫോൾഡറിനകത്ത് തൊട്ട് ആ .git എന്ന് പറഞ്ഞ ഫോൾഡർ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. ഞാനപ്പോൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് അടിച്ച് നോക്കാം, എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗിറ്റ് ആഡ് ഒന്നും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ആഡായി. ഇനി സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാറ്റസ് ചെയ്തപ്പോൾ ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി നമുക്ക് കമ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കമ്മിറ്റ് ചെയ്യണ നേരത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതേപോലെ യൂസർ നെയിം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ആ റൈറ്റ് സൈഡ് കാണുന്ന കമാൻഡ് ആഡ് ചെയ്താൽ മതി. നമുക്ക് കമ്മിറ്റ് ചെയ്യാം. കമ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ -M എന്താ നിങ്ങളുടെ കമ്മിറ്റ് നെയിം മെസ്സേജ് എന്തെങ്കിലും കൊടുക്കണം അവിടെ. അപ്പോൾ ഞാൻ കമ്മിറ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ ഗിറ്റ് റിപ്പോസിറ്ററിയിലേക്ക് ലോക്കൽ ഗിറ്റ് റിപ്പോസിറ്ററിയിലേക്കാണ് അത് കമ്മിറ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത GitLabൻ്റെ പ്രോജക്റ്റിലേക്ക് അല്ലെങ്കിൽ റിപ്പോസിറ്ററിയിലേക്ക് ഇതിനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ആ റിമോട്ട് ഒറിജിൻ നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഗിറ്റ് ആ കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ഗിറ്റ് സ്പേസ് റിമോട്ട് സ്പേസ് ആഡ് സ്പേസ് ഒറിജിൻ കൊടുത്തിട്ട് ആ URL കോപ്പി ചെയ്യണം. നിങ്ങൾക്ക് ഏത് URL വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്.
ഞാൻ SSH ആണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കീ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് യൂസർ നെയിം പാസ്വേഡും കൊടുക്കണ്ട. അപ്പോൾ ഞാൻ URL ആഡ് ചെയ്ത് പ്രൊജക്റ്റിൻ്റെ URL ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ആഡായോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫെച്ചും പുഷിൻ്റെയും URL ആഡായിട്ടുണ്ട്. ഇനി നമുക്ക് പുള്ളും പുഷും നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊന്ന് സ്റ്റാറ്റസ് അടിച്ച് നോക്കാം. ഇപ്പോൾ ഓക്കെ, സ്റ്റാറ്റസ് എല്ലാം അപ് ടു ഡേറ്റ് ആണ്. അതുപോലെ ബ്രാഞ്ച് മാസ്റ്ററാണ് ലോക്കലി ഉള്ളത്. അതുപോലെ നമ്മുടെ പ്രൊജക്റ്റ് ഗിറ്റ്ലാബിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നതും നമ്മൾ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്തായിരുന്നു, ഡിഫോൾട്ടും ആക്കി കൊടുത്തായിരുന്നു. ഇനി നമുക്ക് റിമോട്ട് റിപ്പോസിറ്ററിയിലേക്ക് നമുക്ക് പുഷ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഗിറ്റ് സ്പേസ് പുഷ് സ്പേസ് -u-f ഒറിജിൻ മാസ്റ്റർ എന്ന് കൊടുക്കണം. അപ്പോൾ F യൂസ് ചെയ്യണത് മറ്റേ ഫോഴ്സ്ഫുള്ളി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ റീഡിംഗ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു, അത് ഓവറൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ഓവറൈറ്റ് ആയിട്ട് വെക്കോളും. നമുക്ക് എൻ്റർ അടിച്ച് നോക്കാം. അപ്പോൾ കീ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കീ S കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ S കൊടുക്കുവാണ്. അപ്പോൾ റിമോട്ട് റിപ്പോസിറ്ററിയിലേക്ക് ഇപ്പോൾ അപ്ലോഡിങ് നടക്കുന്നുണ്ട്. നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസോളിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫയലെല്ലാം വന്നു എന്നുള്ളത്. റിമോട്ട് റിപ്പോസിറ്ററിയിൽ മാസ്റ്റർ ബ്രാഞ്ചിലേക്കാണ് അപ്ലോഡ് ആയിരിക്കുന്നത്. നമുക്കിനി ഒന്ന് കൺസോളിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കൺസോളിൽ പോയിട്ടൊന്ന് റിഫ്രഷ് ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് മാസ്റ്റർ ബ്രാഞ്ചിലാണ്. അപ്പോൾ റിഫ്രഷ് ചെയ്തപ്പോൾ അപ്ലോഡായ ഫയലെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ empty ഫോൾഡർ ഒന്നും ഇവിടെ വന്നിട്ടില്ല. നമുക്കിനി ഒന്ന് മെയിൻ ബ്രാഞ്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെയിൻ ബ്രാഞ്ചിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ റീഡ്മി ഫയൽ മാത്രമേ കാണുള്ളൂ. ഫസ്റ്റ് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ഫയലാണത്. മെയിൻ ബ്രാഞ്ചിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ മെയിൻ ബ്രാഞ്ചിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ അതെല്ലാം മാസ്റ്റർ ബ്രാഞ്ചിലേക്ക് വരും. മാസ്റ്റർ ബ്രാഞ്ചിൽ നിന്ന് റീഡ്മി ഫയൽ റിമൂവ് ആകാൻ കാരണം നമ്മൾ ലോക്കൽ റിപ്പോയിൽ നിന്ന് പുഷ് ചെയ്തപ്പോൾ -f യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഓവറൈറ്റ് ആയത്. നമുക്കൊന്ന് ഏതെങ്കിലും ഒരു ഫയൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഹൗ ടൂസിൽ പോയിട്ട് ഒരു index.md എന്ന് പറഞ്ഞൊരു ഫയൽ ജസ്റ്റ് എടുത്ത് നോക്കുകയാണ്. അതിനകത്ത് ദിസ് ടാബ് ഈസ് ഫോർ ഹൗ ടു സെക്ഷനാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ നിന്നിട്ട് ഞാനത് മോഡിഫൈ ചെയ്തിട്ട് ഒന്നും കൂടി കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യുവാണ്. നമുക്കത് വരുന്നുണ്ടോ എന്ന് നോക്കാം, ആ പുതിയ പുഷ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ലോക്കൽ PC എൻ്റെ ലോക്കൽ പ്രൊജക്റ്റിലാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ ആ സെയിം ഫയൽ തന്നെ എടുത്തു വന്നിട്ട് അതിനകത്ത് കുറച്ച് പാരഗ്രാഫ് ആഡ് ചെയ്യുവാണ് എന്തെങ്കിലും. അത് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഗിറ്റിൻ്റെ പ്രൊസീജിയർ ആഡ് ചെയ്തു. അതിന് ശേഷം കമ്മിറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ പുഷ് ചെയ്യുന്നത് എൻ്റെ റിമോട്ടിലെ റിപ്പോസിറ്ററിയിലേക്കാണ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ആ പുഷ് ചെയ്യുമ്പോൾ ആ ആഡ് ചെയ്ത പുതിയ ഒരു കണ്ടൻറ്റ് നമുക്ക് റിമോട്ടിൽ വരുന്നുണ്ടോയെന്നാണ് ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഫയലിൽ ആഡ് ചെയ്തു, സേവ് ചെയ്ത് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമുക്കൊന്ന് ആ സെയിം ഫോൾഡറിൽ നിന്നുകൊണ്ട് ഞാൻ ഗിറ്റ് ബാഷ് റൺ ചെയ്യുവാണ്. ഗിറ്റ് ബാഷിനകത്ത് ഞാൻ ആദ്യം തന്നെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കി. അപ്പോൾ നമുക്ക് കാണാം ഒരു ഫയൽ മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെൻ്റെ സ്റ്റേജിങ് ഏരിയയിലേക്ക് ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഗിറ്റ് സ്പേസ് ആഡ്, ഒന്നിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഫയൽ നെയിം പറഞ്ഞു കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കമ്മിറ്റ് ചെയ്ത് നോക്കാം. കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് കൊടുക്കണം -m വെച്ചിട്ട്. എന്നിട്ടാണ് ഞാൻ റിമോട്ട് റിപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യുന്നത്. കമ്മിറ്റ് ചെയ്യണത് -m ഇല്ലാതെയാണ്. അപ്പോൾ -m ഇല്ലാതെ കമ്മിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ആയിട്ട് വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മെസ്സേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് ഗിറ്റ് കമ്മിറ്റ് -m ഇട്ട് നിങ്ങൾക്ക് എന്ത് കമാൻഡാണോ കൊടുക്കേണ്ടത് അതിട്ട് കൊടുത്തിട്ട് റൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കമ്മിറ്റ് സക്സസ് ആയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഈ ചെയ്ത വർക്കെല്ലാം എനിക്ക് റിമോട്ട് റിപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ -f യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഓവറൈറ്റ് ആയി പോവും. അതുകൊണ്ട് ജസ്റ്റ് -u അപ്സ്ട്രീം വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് പുഷ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഗിറ്റ് പുഷ് എന്ന് കോൾ ചെയ്താലും റിമോട്ട് റിപ്പോസിറ്ററിയിലേക്ക് പുഷ് ആവും. ഞാൻ ജസ്റ്റ് ഫുൾ കമാൻഡ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ.
ഇപ്പോൾ റിമോട്ട് റിപ്പോസിറ്ററിയിലേക്ക് സക്സസ് ആയിട്ട് അപ്ലോഡ് നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൺസോളിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം നമ്മൾ ആഡ് ചെയ്ത ആ പാരഗ്രാഫ് അവിടെ വന്നോ ഇല്ല എന്നുള്ളത്. ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റും പുഷും പുള്ളും എല്ലാം വർക്കിംഗ് ആണ് പ്രോപ്പറായിട്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അതേപോലെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ മെസ്സേജ് വെച്ചിട്ടാണ് ലേറ്റസ്റ്റ് കമ്മിറ്റ് ഏതാണ് വന്നേക്കണം എന്നുള്ളത് നമ്മൾ ആ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം മൈ സെക്കൻഡ് കമ്മിറ്റ് എന്നാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കമൻസിൽ പോയി കഴിഞ്ഞാൽ എല്ലാ കമ്മിറ്റിൻ്റെയും മെസ്സേജ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഗിറ്റ് വർക്ക് ചെയ്യാനായിട്ട് ഗിറ്റിൻ്റെ കമാൻഡും കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു സെർവർ കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് GitLab റണ്ണറും അതേപോലെ തന്നെ ഡോക്കർ എല്ലാം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഡോക്കർ വെച്ചിട്ടാണ് ഞാൻ ഡിപ്ലോയ് എല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെ ആ ഒരു പ്രോജക്റ്റിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ CICD എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമുക്ക് റണ്ണറും പിന്നെ വേരിയബിളെല്ലാം സെറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കോൺഫിഗറേഷൻ എല്ലാം പാർട്ട് 4 ആണ് വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.